ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങൾ വേണ്ട കോഴിക്കോട് വരെ പോവാണ്. ഇതിപ്പം സംഭവം ഉണ്ടായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. ഞാൻ വീഡിയോ ഇടാനായിട്ട് ഇച്ചിരി താമസിച്ചു. കാരണം കുറച്ച് ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞ് പിന്നെ കുറച്ച് ബിസി ആയിപ്പോയി, അതാണ് താമസിച്ചത്. ഞങ്ങൾ കോഴിക്കോട് ദൃശ്യേച്ചിയുടെ വളകാപ്പിന് പോവാന്നേ. അങ്ങനെ ഇപ്പം ഞങ്ങൾ തൃശ്ശൂരായി. അപ്പം വീഡിയോ എടുക്കാനായിട്ട് ഇച്ചിരി താമസിച്ച് ഇറങ്ങിയതുമൊക്കെ. ഞാൻ വണ്ടി കയറി പിന്നെ ഉറക്കമായിരുന്നു. പിന്നെ തൃശ്ശൂരിൽ നിന്ന് അവിടെ വരെ പിന്നെ ഞാനാണ് ഓടിച്ചത്. പിന്നെ അവിടെ ചെന്നിട്ടുള്ള ക്ലിപ്പ് ഒന്നും എടുത്തില്ല. ഞങ്ങൾ വെളുപ്പിന് ഒരു 4 മണിയൊക്കെ ആയപ്പോഴും ഞങ്ങളങ്ങ് ചെന്നത്. പിന്നെ എന്താണ്ട് ഉണ്ണിച്ചിറ്റപ്പന് വേണുവാനും എന്താണ്ട് കുട്ടികൾക്ക് മുട്ടായി വാങ്ങിക്കാനായിട്ടൊക്കെ കയറിയതായിരുന്നു കേട്ടോ. വെളുപ്പിന് 4 മണിക്ക് അങ്ങ് ചെന്നു. പിന്നെ രാവിലെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അങ്ങനെ എന്താണ്ട് വീട്ടിൽ വന്നു, ഫ്രഷായി ഒന്ന് ഉറങ്ങി കേട്ടോ. ഉറങ്ങി എന്താണ്ട് എണീച്ചു. രാവിലെ റെഡിയായിട്ട് ദൃശ്യിച്ച് വീട്ടിലോട്ട് പോകുന്നത്. ഞങ്ങൾ വാടക വീട്ടിലോട്ടായിരുന്നു നിന്നേ. ഞാൻ റീന കുഞ്ഞമ്മയുണ്ട്, തുമ്പി മോളുണ്ട്, പിന്നെ റീന കുഞ്ഞമ്മയുടെ അമ്മ, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വേണ്ട ചേച്ചിയുടെ വീട്ടിലോട്ട് പോകാന്നേ. തുമ്പമ്മയോട് ഹായ് കാണിക്കാനായിട്ട് പറയായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം കണ്ടതിൻ്റെ ഒരു ഇതായിരുന്നു. ആദ്യം കണ്ടപ്പം പിന്നെ ഭയങ്കര നാണവും കിണങ്ങലും ഒക്കെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതെല്ലാം അങ്ങ് മാറി. പിന്നെ അടുത്തൊന്നും പോയില്ല. ഹലോ, നമ്മൾ രാത്രി തന്നെ ഇവിടെ വന്നു. അതെ അതെ വന്ന് എപ്പോഴാണ് നമ്മൾ വന്നത്? 4 മണി വെളുപ്പിന് 4 മണിക്ക് ഇങ്ങനെ എത്തി. രാവിലെ 8:30 9 മണിയാവും. അതുകൊണ്ട് ഒരാൾ ഹൈ കാണിക്കുന്നത്. ഹലോ, കാണുന്നില്ല, ചെറുതായ. ഹലോ പറ. ഹലോ, ഹായ് ഹായ്. സൗണ്ട് വരുന്നില്ല. അങ്ങനെ രാവിലെ 8 മണി 8:30 ഒക്കെ ആകുമ്പോഴത്തേക്കും വീണ്ടും എണീച്ചു. പിന്നെ എല്ലാം ഷടപടയുന്നായിരുന്നു. പല്ല് തേച്ചു, കുളിച്ചു, കഴിച്ചു, സാരി എടുത്തു, ഉടുപ്പിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് നമ്മള് വീട്ടിലോട്ട് പോയായിരുന്നു. ഇവിടോട്ടാ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. വണ്ടി അപ്പുറത്തോട്ട് പാർക്ക് ചെയ്തിട്ട് വീട്ടിലോട്ട് പോകാതെ. ഞങ്ങൾ വരാനായിട്ട് കുറച്ച് താമസിച്ചു. കാരണം രാവിലെ വന്നത് താമസിച്ചല്ലേ, വെളുപ്പിനെയല്ലേ വന്നേ. അപ്പം ഇച്ചിരി നേരം അങ്ങ് ഉറങ്ങിപ്പോയി. അങ്ങനെ എല്ലാവരും റെഡി ആയിട്ടൊക്കെ വന്നപ്പോഴത്തേക്കിനും ഇച്ചിരി താമസിച്ചു. ഇവിടെ വന്നിട്ട് വേണം കുഞ്ഞുങ്ങളെ ഒരുക്കാൻ. ചേച്ചി വന്നിട്ട് വിളിയായിരുന്നു, എന്തീ പിള്ളേരെ ഒരുക്കണ്ടേന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ വേണ്ടേ ഞങ്ങൾ വീട്ടിലേക്ക് ചെന്നു. ഫ്രണ്ടിൽ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്, ദൃശ്യയുടെ വളകാപ്പ് എന്നൊക്കെ. അങ്ങനെ പിന്നെ എല്ലാം ഷടപടയെന്ന് തുമ്പീനെ അങ്ങോട്ട് കൊണ്ടുപോയി ഡ്രസ്സ് മാറ്റി ഒരുക്കി. ചേച്ചി പിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിനും ചേച്ചി ഫുൾ സെറ്റായിട്ട് ഇരിക്കുമായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റിങ്ങിലായിരുന്നു. ഇതായിരുന്നു സ്റ്റേജ്. വീടിൻ്റെ സൈഡിൽ തന്നെ കാർ പോസ്റ്റിൽ നല്ല വൃത്തിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കേട്ടേക്കുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. ചേച്ചി വന്നിട്ടുണ്ട്. അപ്പം ചടങ്ങുകൾ ആരംഭിക്കാൻ പോവുകയാണ്. അങ്ങനെ തൊട്ട് പുറകെ ചേട്ടനും ഇരുത്തി, തുമ്പീനെയും അല്ലൂസിനെയും കൂടെ കൂട്ടി ഇരുത്തിയിട്ടുണ്ട്. അപ്പം ഉഷയമ്മയും റീന കുഞ്ഞമ്മയും, ഉഷയമ്മ വൈശാഖേൻ്റെ അമ്മയാണ്. അപ്പം ഉഷയമ്മ ആദ്യം മുഖത്ത് ചന്ദനം തേക്കുക. അതേ ഒത്തിരി തിരക്കണ്ട, ഇനി ആൾക്കാരുണ്ടല്ലോ, അതുകൊണ്ട് ഇച്ചിരിയും തേച്ചാൽ മതി എന്ന് പറയുകയാണ് ചേച്ചി. ഉഷയമ്മ തുമ്പിയുടെ മുഖത്തും തേച്ച് കൊടുത്തു. അപ്പം ചേച്ചി പറയുക, ചേട്ടൻ്റെ മുഖത്ത് തേക്കണമല്ലോ, വി ആർ പ്രഗ്നൻ്റ് എന്നാണല്ലോ, അപ്പോൾ എൻ്റെ മുഖത്ത് തേക്കുമ്പോൾ ചേട്ടൻ്റെ മുഖത്ത് തേക്കണം. അതല്ലേ എന്നിങ്ങനെ ചോദിക്കുക. അങ്ങനെ ചേട്ടൻ്റെ മുഖത്ത് തേച്ച് കൊടുത്തിട്ടുണ്ട് ശകലം. പിന്നെ എല്ലാവരും വന്ന് രണ്ടുപേരുടെ മുഖത്ത്, അല്ലൂസിൻ്റെയും തുമ്പിയുടെ മുഖത്തും എല്ലാം തേച്ചിട്ടുണ്ട്. അങ്ങനെ ചന്ദനം തേച്ചു. പിന്നെ രണ്ടുപേരും വളയിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെന്തോ സ്വീറ്റ്സ് ഉണ്ടായിരുന്നേ, അതും കൊടുത്തു. അങ്ങനെ വേണ്ട വളകാപ്പ് പരിപാടിയെല്ലാം കഴിഞ്ഞ് അടുത്ത പരിപാടിയാണ് വെഡ്ഡിങ് ആനിവേഴ്സറി. അന്ന് തന്നെ ആയിരുന്നു ഉണ്ണിച്ചിറ്റപ്പൻ്റെ റീന കുഞ്ഞമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു. ഞങ്ങളൊരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കാണ് അവിടുന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങി വാടക വീട്ടിലോട്ട് വന്നു. ഇവിടെ വന്ന് ഞങ്ങളൊന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു കേട്ടോ. അതുകൊണ്ട് വേറെ ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ വൈകിട്ടായപ്പോഴത്തേക്കിനും അവർ വന്ന്, ചേട്ടനും ചേച്ചിയൊക്കെ വന്നു. എല്ലാവരും കൂടെ വന്ന് കേക്കൊക്കെ മുറിച്ച് കേട്ടോ. അവർ കേക്കും കൊണ്ടൊക്കെയാണ് വന്നത്. അപ്പം കേക്കൊക്കെ മുറിച്ചു, എല്ലാവരും കൂടെ ആഘോഷിച്ച് കേട്ടോ. നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ. അങ്ങനെ പ്രോഗ്രാമുകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കോഴിക്കോടിനോട് വിട പറയുകയാണ്. തിരിച്ച് ഞങ്ങൾ ട്രെയിനിനാന്നേ വന്നേ. വണ്ടി അവിടെ ഇട്ടേക്കുമായിരുന്നു. അപ്പോൾ അവർക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള ആവശ്യത്തിനൊക്കെ. അപ്പം തിരിച്ച് ഞങ്ങളെല്ലാവരും കൂടെ വന്നേ. ചേച്ചിയെയും റീന കുഞ്ഞമ്മയും തുമ്പിയും കൂടെ അവിടെ ഹോസ്പിറ്റലിൽ ഇറക്കിയിട്ട് വൈശാഖിയായിട്ട് ഞങ്ങളെ വന്ന് കൊണ്ടുവിട്ടു. അങ്ങനെ ഞങ്ങൾ പോവാനായിട്ട് ലക്ഷ്മി ഞാനും വേണുവാനും കൂടെ കടയിൽ വരെ പോയി 2-3 ലേസും ഒരു മിറിൻ്റെയൊക്കെ വാങ്ങിച്ച്
എങ്ങാനും വിശന്നാലൂന്ന് ഓർത്ത്. അപ്പം നമ്മളെല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുട്ടിക്ക് ചിരി വരുന്ന എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വേറെ വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ കോഴിക്കോട് ട്രെയിന് ഇപ്പോൾ വരില്ല, 8:30 ഒന്ന് തള്ളു കിട്ടുമ്പോൾ ഇപ്പോൾ സമയം 7:30. അപ്പോൾ 1/2 മണിക്കൂറും 3/4 മണിക്കൂറും കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞ് ട്രെയിൻ വരും. നേരെ ചെങ്ങന്നൂരേക്കാണ് നമുക്ക് പോകുന്നത് അല്ലേ. ചെങ്ങന്നൂർ ഇറങ്ങിയിട്ട് ആരെങ്കിലും വിളിക്കാൻ വരുമായിരിക്കും. ബസ്സിന് പോകുമായിരിക്കും. ബസ്സില്ല, ആരെങ്കിലും വിളിക്കാൻ വരണം. പിന്നെന്താ പൊട്ട് നോക്കിയത് പൊട്ടൊക്കെ ഉണ്ട്. കുട്ടിക്ക് നെറ്റി നമുക്കിനി അവിടെ ഫ്രണ്ടിൽ എന്തെങ്കിലും വയ്ക്കാം. ഞാൻ വല്ല മുടിയും വെട്ടിയിട്ട് പോലെ വല്ലതും വെച്ചാലും വെക്കാം, നമുക്ക് സെറ്റാക്കാം. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, എന്താ എനിക്ക് ഈ കർട്ടൻ ബാൻസ് ഇല്ലേ, അതുപോലെ വെട്ടാൻ പറ്റുമോ? അപ്പം എന്താ ഇനി നമുക്ക് പോകുന്ന വഴി കാണാം. അതെ അതെ, ചെങ്ങന്നൂർ എത്തിയിരിക്കുകയാണ്. ആദ്യം കയറിയപ്പോൾ ഒരു ഇച്ചിരി തിരക്കുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സീറ്റ് കിട്ടി കേട്ടോ, ഞങ്ങൾക്ക് എല്ലാവർക്കും സീറ്റ് കിട്ടി. പിന്നെ അങ്ങോട്ട് ഉറക്കമായിരുന്നു. ഉറക്കമെന്ന് പറഞ്ഞാൽ ഉറക്കമൊന്നും ശരിയായില്ല. ലക്ഷ്മി എൻ്റെ മടിയിൽ കിടക്കുമായിരുന്നു, ഞാനും ഇങ്ങനെ കിടക്കുക. ഒരു സുഖം, ഇരുന്ന് ഉറങ്ങാനൊരു സുഖമില്ല. എനിക്കതങ്ങനെ ഒന്നും പറ്റത്തില്ല. എനിക്ക് കിടന്നാലേ എനിക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഒന്ന് മയങ്ങുമെന്നേ പറയാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഉറങ്ങത്തില്ല. അവിടെ ചെങ്ങന്നൂർ ഇറങ്ങി നമുക്ക് അടുത്തുള്ളൊരു ചിറ്റപ്പൻ്റെ ഫ്രണ്ട് നമ്മളെ വിളിക്കാൻ വന്നു കേട്ടോ, സുരേഷ് എന്ന് പറഞ്ഞ മാമൻ. അങ്ങനെ മാമൻ കാറും കൊണ്ട് വന്നു. ഞങ്ങൾ വന്നപ്പോഴത്തേക്കിനും പുള്ളിക്കാരൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ദാണ്ടെ വീടെടുക്കാറായി ഗൈസ്. എന്തെന്നില്ലാത്തൊരു സമാധാനം. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം നല്ലപോലെ ഒന്ന് ഉറങ്ങാൻ. ഇപ്പോഴും സമയം 4 മണിയാവാറായി ഗൈസ്. ഞങ്ങൾ വന്നത് തന്നെ 3:30 എങ്ങാണ്ടാണ് ഞങ്ങൾ വന്നത്. ട്രെയിൻ ലേറ്റായിരുന്നു. 2 മണിക്ക് വരേണ്ട ട്രെയിന് 3 മണിക്കാവും. 3:45 വീട്ടിൽ അവിടെ ചെങ്ങന്നൂർ വന്നത്. അങ്ങനെ ഇനി വീട്ടിലോട്ട് ചെല്ലുക, ഒരു കുളി പാസ്സാക്കുക, നേരെ കിടന്ന് ഉറങ്ങുക. ഓക്കെ ഗായ്സ്, ഇനി അടുത്ത വീഡിയോ വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, ഗുഡ് നൈറ്റ്.